പ്ലാൻ വ്യക്തമാകുമ്പോൾ തന്നെ എക്സിക്യൂഷൻ ഈസി ആവും. എക്സിക്യൂഷൻ ഈസി ആകുമ്പോൾ എന്താവും, നമുക്ക് സെൽഫ് ഡൗട്ട് കുറയും. എൻ്റെ ബ്രാൻഡിനെ നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് മാക്സിമം ഒരു വർഷമായിട്ടുണ്ടാവും. ബട്ട് ഞാൻ ഈ കച്ചവടം ഏറ്റെടുത്തിട്ട് 4 വർഷത്തോളമായിട്ടുണ്ട്. ആക്ച്വലി ഇറ്റ്സി ഫുഡ്സ് സ്റ്റാർട്ടായിട്ട് ഒരു വർഷമായിട്ടുള്ളെങ്കിലും ഈ ഒരു കച്ചവടം നിലവിൽ വന്നിട്ട് 23 വർഷത്തോളമായിട്ടുണ്ട്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ഫൗണ്ടർ എൻ്റെ വാപ്പയാണ്. വാപ്പൻ്റെ കയ്യിൽ നിന്ന് ഇത് ഏറ്റെടുത്തിട്ട് ഇതിനന്ന് നിലവിലുണ്ടായിരുന്ന പ്രോബ്ലംസൊക്കെ കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു ഗ്രോത്ത് കൊണ്ടുവരിക എന്നുള്ളതേ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളൂ. എനിക്ക് കുറച്ചെങ്കിലും ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞത് 2 കാര്യങ്ങളിൽ ഞാൻ നല്ലോണം ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ആ 2 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിൽ ഒന്നാമത്തേത് ഹാർഡ് വർക്കിൻ്റെ കൂടെ തന്നെ സ്മാർട്ട് വർക്കും കൂടി ചെയ്യാമെന്നുള്ളതാണ്. രണ്ടാമത്തേത് നമ്മളെ മൈൻഡിൽ വരുന്ന തോട്ട്സൊക്കെ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. ഇതൊന്ന് വിശദീകരിച്ച് പറഞ്ഞാലോ. ഹാർഡ് വർക്കിൻ്റെ കൂടെ സ്മാർട്ട് വർക്കും വേണതിൻ്റെ ഒരു ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ എ എന്ന വ്യക്തിയും ബി എന്ന വ്യക്തിയും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എ എന്ന വ്യക്തി അവർക്ക് കിട്ടിയ ബുക്കിൻ്റെ ഫുൾ പഠിച്ചുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബി എന്ന വ്യക്തിയോ അവർക്ക് കിട്ടിയ ബുക്കിൻ്റെ കീ പോയിൻറ്റ്സ് മാത്രം പഠിച്ച് ഇതിന് മുന്നേ വന്ന എക്സാം പേപ്പറൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ നിങ്ങൾ തന്നെ പറയൂ, ഇതിൽ ഏത് വ്യക്തിയായിരിക്കും കൂടുതൽ മാർക്ക് നേടാനുള്ള ചാൻസ്? മൈൻഡിലെ ഐഡിയാസും തോട്ട്സും ക്ലാരിറ്റി വരുത്താൻ ഏറ്റവും നല്ലത് എഴുതുക എന്നുള്ളതാണ്. ഇങ്ങനെ ക്ലാരിറ്റി വരുത്തിയാൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള പ്ലാനുകൾ നമുക്ക് വ്യക്തമായിരിക്കും. പ്ലാൻ വ്യക്തമാകുമ്പോൾ തന്നെ എക്സിക്യൂഷൻ ഈസി ആവും. എക്സിക്യൂഷൻ ഈസി ആകുമ്പോൾ എന്താവും, നമുക്ക് സെൽഫ് ഡൗട്ട് കുറയും. എൻ്റെ ജേണിയിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയ 2 കാര്യങ്ങളാണിത്. ഇത് നിങ്ങളും നിങ്ങളുടെ ജേണിയിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ഹെൽപ്ഫുൾ ആണോ നോക്കി നോക്കി.